എല്ലാവർക്കും കേരള GOC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം കുറേ നാളെ ജോലിയും കാര്യങ്ങളും ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ഇടാൻ കഴിയാത്തത്. ജോലി സംബന്ധപര കാര്യങ്ങൾ ആയതുകൊണ്ട്. കാരണം നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്, വർക്കുകളൊക്കെ കൂടെ നടക്കുന്നുണ്ട്. ഇന്ന് സ്വന്തം നമ്മുടെ ചേട്ടച്ചാരെ തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു പടുതാക്കുളം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. കുറേ കുളങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-15 വർഷം കൊണ്ട് പടുതാക്കുള നിർമ്മാണത്തിൽ നിൽക്കുന്നതാണ് നമ്മുടെ രവനന്ദനം എന്ന ഫിഷ് ഫാം. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ മീൻ കുഞ്ഞുങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം മീൻ കുഞ്ഞുങ്ങളും ഇവിടെ നമ്മൾ വിൽപ്പനയുണ്ട്. അതുപോലെ തന്നെ അക്വേറിയത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് പടുത തൊട്ട് ഉണ്ട്, UV ഷീറ്റുണ്ട്, അഗ്രോ നെറ്റ്, RSനൊക്കെ വേണ്ടിയുള്ള എല്ലാ എക്യുപ്മെൻസും A to Z, സ്റ്റോൺസ് വരെ മെറ്റൽ വരെ നമ്മൾ ഇവിടെ ഉണ്ട്. A to Z എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ മത്സ്യത്തിൻ്റെ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്, ഒരു കുളം തയ്യാറാക്കാൻ പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഏതൊക്കെ തരത്തിൽ ടാർപ്പകൾ വരും, തിരുപ്പാലുകൾ ഏതൊക്കെ വരും, ഏതൊക്കെ സൈസിലുള്ളത് വരും, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയുകയും കൂടെ ചെയ്യാം. ഓക്കെ, നമസ്കാരം. കേരള GOC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വന്തം ചേട്ടനെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് ഒരു വലിയ പുണ്യമായിട്ട് ഞാനും കരുതുന്നു. ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്നാല് ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. നമ്മൾ ഇന്ന് വർക്കിന് പോകുന്നത് ഏത് സ്ഥലത്താണ്? ഇന്നത്തെ വർക്ക് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചരിത്ര പ്രസിദ്ധമായ കല്ലറ പാങ്ങോട് എന്ന സ്ഥലത്താണ്. അതൊരു ടാർപോളിൻ വിരിപ്പാണ്. പക്ഷെ ഇത് നമ്മൾ സാധാരണ മത്സ്യകൃഷിക്കാണ് ഇതെല്ലാം ടാർപോളിനെല്ലാം ചെയ്യുന്നത് കൂടുതലും. പക്ഷെ ഇത് കുറച്ച് വ്യത്യാസമായിട്ട് മഴവെള്ള സംഭരണം, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ വെള്ളം സംഭരിച്ച് അതിൽ നിന്ന് കൃഷിക്ക് വേണ്ടിയിട്ട്, അതായത് അവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുരുമുളകാണ്. ആ കുരുമുളക്, പ്ലാവുലി അങ്ങനെയുള്ളതല്ല, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പടുത വിരിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 2 സെന്റിൽ കൂടുതലുണ്ട്. ഒരു 2 മീറ്ററിന് കൂടുതലും ഹൈറ്റുള്ള ഒരു സ്ഥലമാണ്. നല്ല ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വെള്ളം വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ ഇങ്ങനെ ഒരു ഐഡിയ കണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടുള്ള ടാർപോളിനെല്ലാം അവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ 500 GSM ടാർപോളിനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 5 വർഷം വാറന്റി ഉണ്ട്. ഒരു 15 വർഷത്തോളം ഈ ടാർപോളിന് ലൈഫും ഉണ്ട്. 15 വർഷത്തിൽ കൂടുതൽ ലൈഫും ഉണ്ടാകും ടാർപോളിന്. അപ്പോൾ അതാണ് ഇന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാർപോളിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 500 മൈക്രോണിന്റെ ബ്ലൂ കളറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൈക്രോണിന്റെ ബ്ലൂ കളറിലുള്ള UV അല്ലേ? അല്ല, HDP ടാർപോളിനാണ്. 500 മൈക്രോൺ ബ്ലൂ കളർ HDP ടാർപോളിനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകും. ഓക്കെ, പിന്നെ ഈ കുളം ഇനി നമ്മൾ ചെന്നിട്ട് ഇവിടെ കുഴിക്കണോ? അത് പ്ലാൻ അനുസരിച്ച് അളവിനനുസരിച്ച് കുഴിച്ചിട്ടുണ്ട്. അതിന് അളവെടുത്ത് തന്നു നമ്മൾ ടാർപോളിന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഏകദേശം ടാർപോളിന് എത്ര വില വരും? ഏകദേശം ഒരു 52,000 രൂപയോളം അടുത്ത് വരെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും ആ കുളം പോയൊന്ന് കണ്ട് അല്ല അവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ ഫാമിനെ പറ്റി കുറച്ച് കാര്യങ്ങളൂടെ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളെ ഫാമിനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ഒരു ടാർപോളി വാങ്ങുന്നു, വേറെ സ്ഥലത്ത് പോയി നമ്മൾ ഗ്രീൻ നെറ്റ് വാങ്ങുന്നു, അതല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയി UV ഷീറ്റും ഒരു മത്സ്യക്കുളം നിർമ്മിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ നമ്മളെ ഫാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഫാമിൽ. അതായത് നമ്മുടെ ടാർപോളിനായാലും ശരി, മുകളിലിടുന്ന UV ഷീറ്റ്, സൈഡ് നെറ്റ്, ഈ വല, എല്ലാം ബേഡ് നെറ്റ്, അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും, അതിൽ അകത്ത് വയ്ക്കാനുള്ള മോട്ടറുകൾ, എയറേഷൻ പമ്പുകൾ, അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റങ്ങളും മത്സ്യകൃഷിക്ക് വേണ്ടിയുള്ള A to Z സാധനങ്ങൾ നമുക്കിവിടെ ഫാമിൽ അവൈലബിൾ ആണ്. അത് കൂടാതെ വേറെ പ്രത്യേകത നമ്മളെ ഫാമിന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് മത്സ്യകൃഷികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കറിലൊക്കെ മത്സ്യകൃഷി ചെയ്യുന്നവർ എനിക്കറിയാം. അത് കണക്ക് ബയോഫ്ലോക്ക് ടാങ്കുകളായാലും ശരി കൂടുതൽ പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഫാമിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് 3, അതായത് ശുദ്ധജല മത്സ്യകൃഷിയും റീസർക്കുലേഷൻ സിസ്റ്റം, അതും ബയോഫ്ലോക്ക് സിസ്റ്റം, ഈ 3ഉം നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 3ലും ഈ മത്സ്യങ്ങളുണ്ട്. വലിയ മത്സ്യങ്ങളും കുഞ്ഞുങ്ങളും അങ്ങനെയുള്ള എല്ലാ മത്സ്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫാമിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പറഞ്ഞ ടാർപോളിന്റെ വീഡിയോ ആണ് മെയിനായിട്ട്. ഇന്ന് മത്സ്യവിത്തിനെ കുറിച്ചും അല്ല, അത് തന്നെയാണ് എങ്കിൽ പോലും ഇന്ന് നമ്മൾ പ്രധാനം എന്ന് വെച്ചാൽ ടാർപോളിനാണ്. അത് വിരിക്കുന്ന രീതി, ഏതുതരം ടാർപോളിൻ. പിന്നെ ഒരു സംശയം, എത്ര തരം ടാർപോളിൻ ഉണ്ടെങ്കിലേ അതിന്റെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും? എത്ര ഘട്ടം സാമ്പിൾ ഷീറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് തീർച്ചയായിട്ടും 500 മൈക്രോണിൽ തന്നെ 2-3 ടാർപോളിനുണ്ട്. ഒരു നിമിഷം, എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര തരം ഉണ്ട്, എത്ര രൂപയാവും, അങ്ങനെ അതിനെക്കുറിച്ച്. അപ്പൊ ഷീറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഷീറ്റ്, സാമ്പിൾ ഷീറ്റ് ഒന്ന് കാണിച്ച ആൾക്കാരൊക്കെ വളരെ ഒരു ഉപകാരമായിരുന്നു. ശരി, ഇപ്പൊ കുറച്ച് ഷീറ്റുകൾ ഇപ്പോൾ കൈവശം ഉണ്ട്, അത് കാണിക്കാം.
അതായത് 170 GSM മുതലാണ് നമുക്ക് ഇവിടെ HDP അതായത് പ്ലാസ്റ്റിക് ഷീറ്റും HDP സ്റ്റാർട്ട് ചെയ്യുന്നത്. 170, 180, 200, 250, 225, 250, 300, 400, 500 HDP ഷീറ്റുകളുള്ളത് നമ്മൾ ഓർഡർ അനുസരിച്ച് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നത്. ഇത് കൂടാതെ നൈലോൺ ഷീറ്റുകളുണ്ട്. അതായത് 350 GSM മുതലുള്ള നൈലോൺ ഷീറ്റുകൾ 550, 650, 750, 950 അങ്ങനെ പല GSM സൈസിലുള്ള നൈലോൺ ഷീറ്റുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ട്രക്കുകൾക്കുള്ളത് വലിയ ലോറികൾക്ക് അതിനു വേണ്ടിയിട്ട് ടാർപോളിനുണ്ട്. കൂടാതെ ഈ വീടുകളൊക്കെ മഴ ചോർന്നൊലിയുമ്പോൾ അതിന് നമ്മൾ ചിലപ്പം വീട് വയ്ക്കാൻ കുറച്ച് ലേറ്റാവും ആളിന്. അപ്പോൾ അതിനു വേണ്ടി ഒരു 3-4-5 വർഷം കിടക്കത്തെ രീതിയിലുള്ള വില കുറഞ്ഞ ടാർപോളിനും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതല്ലേ അന്നാള് മറ്റേ അവിടെ കൊണ്ടുപോയത് മറ്റേ ചെയ്യാൻ പറ്റും. പോത്ത് വളർത്താൻ അതപ്പോൾ 5 വർഷത്തേക്കുള്ളതാണ് മുകളിലിടാൻ അങ്ങനെ കൊണ്ടുപോയത്. ഇതെല്ലാം ഉൾപ്പെടുത്തി ശുദ്ധജല മത്സ്യം RIS-ഉം ബയോഫ്ലോക്കും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടേ ഒരു 3 കൂടെ ചേർത്തോണ്ടൊരു വീഡിയോയും ചെയ്യണം. സെപ്പറേറ്റ് വരെ വീഡിയോ ചെയ്യണം. അതെല്ലാം ചേർത്ത് ഉൾപ്പെടുത്തി ഒരു വീഡിയോ അടുത്ത വീഡിയോയിലോട്ട് അതിനുവേണ്ടി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുളം വെട്ടിയത്. ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് വസ്തുവിന് 4 ഭാഗത്തും. കാരണം ഒരുപാട് പന്നി ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങ് താഴെ അറ്റം വരെയുണ്ട് വസ്തു കേട്ടോ. അപ്പോൾ ആ വസ്തുവിൻ്റെ ഏറ്റവും ടോപ്പിൽ ഉയർന്നു നിൽക്കുന്ന കോർണറിൽ തന്നെയാണ് കുളം കുഴിച്ചേക്കുന്നത്. കാരണം നിങ്ങൾ കാണുന്നില്ലേ, അങ്ങ് താഴെയുള്ള വലിയ മരങ്ങളൊക്കെ ഈ വസ്തുവിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഇങ്ങനെ ടോപ്പിൽ കുളം കുഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന മഴവെള്ളം വൈദ്യുതിയുടെ ഒരു ചിലവും അല്ലെങ്കിൽ ചാർജൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തന്നെ പറയുമ്പോൾ. നമുക്ക് സ്പ്രിംഗ്ലർ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രോപ്പിംഗ് സിസ്റ്റം കൊടുക്കാൻ പറ്റും, എല്ലാത്തിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ഉയരത്തിൽ നമുക്ക് നിർമ്മിക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഒരു പ്രയോജനം. നമ്മൾ രാവിലെ വന്ന് എന്തായാലും നിരപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും തട്ടി നിരപ്പാക്കണം. ലെവൽ പിടിച്ചുകൊണ്ട് നിരപ്പാക്കിക്കൊണ്ട് ഉള്ള കല്ലെല്ലാം വാരി മാറ്റണം. ടാർപ്പയും കൊണ്ട് എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ചേട്ടച്ചാരാണ് ടാർപ്പയും കൊണ്ട് വന്നിട്ടുണ്ട്. മഞ്ഞപ്പെണ്ണിനെ കൊണ്ട് തീറ്റയും ടാർപ്പയും എല്ലാം കൊണ്ടുപോകുന്ന വണ്ടിയിലാണ്. അതുമായിട്ട് നമ്മളിങ്ങനെ വെട്ടി മേലുണ്ടാവും ഒരു ബെഡ് കണക്ക്. അതായത് ഒരു അക്വാപോണിക്സിൻ്റെ പിന്നെ ഡ്രമ്മൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മളെ നിരപ്പാക്കുന്നത്. നമ്മൾ 4 സൈഡും ചെത്തി വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ കല്ലെടുത്ത് മാറ്റുന്നുണ്ട്. ചെറിയ കല്ലുകളുണ്ടെങ്കിൽ നമ്മളെടുത്ത് മാറ്റുന്നുണ്ട്. കാണാൻ പറ്റും. കുളം ഒന്ന് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലെവൽ ചെയ്തതിന് ശേഷം കുളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്തിൽ വേണോ കൊടുക്കാം, 1 അടി താഴ്ച കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരു കുഴിയല്ല, കുളത്തിൽ നിന്നും ഒരു ലെവൽ പിടിക്കുമ്പോൾ ഏകദേശം 1 അടിയെങ്കിലും കുഴി കൊണ്ടറിയണം ഏതെങ്കിലും ഒരു കോർണർ. അപ്പോഴത്തേക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിൽ ഉണ്ടാകുന്ന, അതായത് മീൻ ഇടുന്നെങ്കിൽ പോലും മീനിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ സാധാ കുളമായാലും മണ്ണും പൊടിയും എല്ലാം ഉണ്ടാവും. അതെല്ലാം ആ കോർണറിലോട്ട് പോയി അടിയുകയും അവിടെ പൈപ്പ് ഇടുമ്പോഴത്തേക്ക് അതുവഴി ഓട്ടോമാറ്റിക് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. വെള്ളം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ആണ് എൻ്റെ പ്രത്യേകത. ഇത് മേലത്തൊക്കെ കല്ലെല്ലാം എടുത്ത് കളയും. ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് തൂത്ത് വാരിയിട്ടുണ്ട്. ചൂലിട്ട് കണ്ടോ, ചൂലിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ചൂലിട്ട് ക്ലീൻ ചെയ്താണ് കണ്ടിട്ടുണ്ട്. അതായത് കല്ലെല്ലാം വാരി കളഞ്ഞാൽ ഒരു വൃത്തിയായി നമുക്ക്. നല്ല വെയിലാണ്, ഉച്ച സമയമായ ഏകദേശമൊക്കെ. ഇത് അറക്കപ്പൊടി, അതായത് നമ്മുടെ കടയിലേക്ക് മില്ലിൽ നിന്ന് കിട്ടത്തില്ലേ, കടയിലല്ല മില്ലിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുന്ന അറക്കപ്പൊടിയാണ്. നിങ്ങൾക്ക് കൊക്കോപ്പീറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കാം, കൊക്കോപ്പീറ്റ് കിട്ടുന്ന സ്ഥലത്ത് അത് ഉപയോഗിക്കാം. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അറക്കപ്പൊടിയാണ്, അതായത് തടിമില്ലിൽ നിന്ന് കൊണ്ടുവന്ന പൊടി. 10-12 ചാക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ഇഞ്ച് കനത്തിന് 3 ഇഞ്ച് കനത്തിന് അറക്കപ്പൊടി തറയിൽ വിരിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അടിയിലുണ്ടാകുന്ന ലോഡ് ടാർപ്പയ്ക്കൊരു തിരുപ്പണിന് കുഴപ്പമുണ്ടാകത്തില്ല. അമേരിക്കേഷൻ നമുക്ക് ഇറങ്ങേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ആളിനൊക്കെ ഇറങ്ങേണ്ടി വന്നാലും വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നാലും എത്ര പ്രഷറായാലും ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അതിനാണ് നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് തൊട്ട് 3-4 ഇഞ്ച് നിങ്ങളെ ഇഷ്ടം അതിനൊരു ബെഡ് തയ്യാറാക്കാം. അത് നമ്മൾ വിരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഫ്ലക്സൊക്കെ എടുത്തിട്ട് ആ സൈഡിൽ
നമ്മൾ വിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമ്മളൊരു സിമൻറ്റിൻ്റെ ചാക്ക് വെച്ചിട്ട് ഈ 4 സൈഡും ആ ലോഡ് വരുന്ന സ്ഥലം മറച്ചെടുക്കുന്നുണ്ടോ. ബാക്കി നമ്മൾ അനാവശ്യമായിട്ടെങ്ങും വിരിക്കുന്നില്ല. ഇത് കണ്ട ലോ കോസ്റ്റിൽ വരുന്ന നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റാണ്, കടകളിലേക്ക് കിട്ടുന്ന ഷീറ്റാണ്. അതൊരു റോളെടുത്ത് വിരിക്കുന്നുണ്ട് ഈ സൈഡിൽ. അല്ലാതെ അനാവശ്യമായിട്ട് ഒന്നും വിരിക്കുന്നില്ല. ഒരു എക്സ്പെൻസും നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ടാർപ്പായി തിരുപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും 5 വർഷം വാറണ്ടിയും 15 വർഷം ലൈഫാണ്. 15 വർഷം ലൈഫ് എന്ന് പറയുമ്പോൾ 15 20ഓളം വർഷം ഇത് ലൈഫുള്ള ടാർപോളിനാണ്. ഉദാഹരണത്തിന് നമ്മൾ 10-15 വർഷത്തിന് മുമ്പ് ചെയ്ത പല പല വർക്കുകളും പാറക്കെട്ടുകൾ ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ പൂണ്ട് കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ നാച്ചുറൽ പൂണ്ടാവുന്ന രീതിയിൽ. പിന്നെ ഉപ്പുള്ള സ്ഥലങ്ങളിൽ കായൽ ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് നമ്മുടെ കടലിൻ്റെ ഭാഗത്ത് നമ്മൾ പല പല റിസോർട്ടുകളിലും നമ്മൾ ഈ വർക്ക്, അതായത് കുളമാണെന്ന് അറിയാതെ നാച്ചുറൽ പോണ്ട് ചെയ്യുന്ന അതേ വരുന്ന രീതിയിൽ നമ്മൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ലെയറൊന്നും കൊടുത്ത് അകത്ത് ചാക്കുകളൊന്നും ഒരുപാട് വാരിയിട്ട് നമ്മൾ പൈസ എക്സ്പെൻസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ. കാരണം നമുക്ക് ഇത്രയും നമുക്ക് വർഷം നമ്മൾ ചെയ്ത വർക്കുകൾ നമുക്കൊരു കേടുപാട് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ടാർപ്പ് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ കാണുന്ന പറയുമ്പോൾ ഈ സൈഡ്, അതായത് നമ്മൾ ചരിഞ്ഞ കുളങ്ങൾ നിർമ്മിക്കുമ്പോൾ വെള്ളത്തിൻ്റെ മർദ്ദം കൊണ്ട് മണ്ണ് അമുങ്ങും. അപ്പോൾ ടാർപ്പയ്ക്ക് കേടുപാട് നല്ല ഒന്നും ഉണ്ടാവാതിരിക്കാനും കുളം നല്ല നീറ്റാവാൻ നമ്മൾ കാണുന്ന ഈ ഫോൾഡില്ല, അത് വിങ് ടൈപ്പ് ഫോൾഡിങ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. അത് നമ്മളെ ചിറക് കണക്ക് തന്നെ ഇരിക്കും. അകത്തോട്ട് കയറ്റി ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം നിറയുമ്പോഴത്തേക്ക് മണ്ണ് അമുങ്ങി നല്ല ടൈറ്റായി വരുമ്പോഴത്തേക്ക് താനെ ആവശ്യമുള്ള അനുസരിച്ച് ഇത് ഓപ്പൺ ആയിക്കോളും കേട്ടോ. അതാണ് വിങ് ടൈപ്പ് കൊടുത്തേക്കുന്നത്. 2 സൈഡ് നമ്മൾ വിങ് ടൈപ്പ് കൊടുത്തേക്കുന്നത്. മഴ പെയ്ത് നിറഞ്ഞതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ്, ഒരു മഴയത്ത് കിട്ടിയ വെള്ളമാണ്. ഇനി ഇതിൻ്റെ മേൽഭാഗങ്ങളിലും സൈഡുകളിലും ഫലവൃക്ഷങ്ങളുടെ ഡ്രമ്മ്, പിന്നെ അക്വാപോണിക്സിൻ്റെ ബെഡ്, പിന്നെ ഗ്രോ ബാഗ്, ഇങ്ങനെയുള്ള 2-3 വർക്കുകൾ ഇതിനകത്തുണ്ട്. എന്തായാലും അത് വെക്കുമ്പോൾ ആ ടാർപ്പയുടെ ചുളിവ് വലിച്ചതിന് ശേഷം ഈ സംഭവം സെറ്റ് ചെയ്ത് സംഭവം നീറ്റ് ആൻഡ് ക്ലീൻ. താങ്ക് യു. ഈ രേവതി നന്ദനം ഫിഷ് ഫാമിനെ പറ്റി യൂട്യൂബ് വഴിയാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കല്ലറ പാങ്ങൽക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങളൊരു കുളം കുഴിക്കണം, അതിൽ ഒരു ഫിഷ് ഫാമിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് കണ്ടിട്ടാണ് ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. ഇവർ വന്ന് എസ്റ്റിമേറ്റൊക്കെ എടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ടാർപ്പാളയൊക്കെ കിട്ടി. ഇത് കുഴിക്കുന്നത് ഞങ്ങൾ അല്ലാതെ പുറത്തുനിന്ന് കുഴിച്ചു. അതിനുശേഷം പിന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ വന്നിട്ട് അത് എല്ലാം സെറ്റ് ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ വന്നു, ഉച്ചയായപ്പോഴത്തേക്ക് ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്തെങ്കിലും ഇതുപോലെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അവരെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം.